വിവോയുടെ വിവോ Y28 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y28 4G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ Y28 6.68 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 16,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള കാര്യം. പക്ഷേ ഈ ഒരു ഫോണിലോട്ട് വരുമ്പം അത് മിസ്സിംഗ് ആണ്. അപ്പം അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. നമ്മൾ ഇനി AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫുൾ HD റെസൊല്യൂഷൻ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മിനിമം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പക്ഷെ അതൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 199 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.09 mm ആണ്. IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ അഗൈറ്റ് ഗ്രീൻ അതുപോലെ തന്നെ ഗ്ലീമിംഗ് ഓറഞ്ച് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര നല്ല പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. 10,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത പ്രോസസർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ ശരിക്കും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. പ്രോസസറും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ടൊന്നുമില്ല. മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നമ്മൾ 5G സപ്പോർട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 256GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ UFS സ്റ്റോറേജ് ടൈപ്പാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പേ വരുന്നുള്ളൂ. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഹൈ റെസൊല്യൂഷന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള ഫ്രണ്ട് ടച്ച് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ടച്ച് സെൻസറും ഇതിൽ വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. ഒരു 4G ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിന്റെ f2.05 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സിംഗപ്പൂരിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 16,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസറും 5G സപ്പോർട്ടും ബെറ്റർ ആയിട്ടുള്ള ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നല്ലൊരു ബാറ്ററി സെറ്റപ്പും IP64 റേറ്റിംഗും അതുപോലെ തന്നെ 8GB റാമും 256GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. പക്ഷെ നിരാശപ്പെടുത്തിയെന്ന് തോന്നിയിട്ടുള്ള പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ വില ഇത്രയും കൂടുതലൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇന്ത്യയിൽ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാം. എന്നാലും വിവോയുടെ ഓഫ്ലൈൻ ഫോണാണ്. വളരെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു പ്രൈസ് റേഞ്ചിലും ഇത് അത്ര മികച്ച ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല. എന്നാലും ഓഫ്ലൈൻ ഫോണാണ്, വില കൂടിയിട്ടൊക്കെ തന്നെയായിരിക്കും ലോഞ്ച് ചെയ്യുക. എന്നാലും വിവോയുടെ Y28 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.